என் ஆசைதான் உன்னிருக்கத்திலே என் ஆயுள் வரை ഉന്നരപ്പിനിലേ. അപ്പോൾ നമുക്ക് ക്യാരക്ടർ ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്നാലോ. ആദ്യമേ നമ്മൾ പരിചയപ്പെടാമെന്ന് അതാര സെല മാത്യുവിനാണ്. അലക്സ് മാത്യുവിൻ്റെയും സാറ മാത്യു ദമ്പതികളുടെയും മകൾ. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുന്ന സാധനം എന്ന് പറയില്ലേ, അങ്ങനൊരു സാധനമാണത്. പരിചയപ്പെടാൻ പോകുന്നതാണ് സോങ് വേഹവ. സോങ് തോയോവിൻ്റെയും രാധിക വേണുഗോപാൽ ദമ്പതികളുടെയും ഒരേ ഒരു പുത്രി. നല്ല പാവം കൊച്ചാണെന്ന് ആ മുഖം കണ്ടാലേ അറിയില്ലേ. ആൻഡ് കുട്ടിക്ക് മലയാളം അറിയാം ഗൈസ്, അമ്മ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവർ രണ്ടുപേരെക്കാളും വൃത്തിക്കും വെടുപ്പിനും മലയാളം പറയണത് അച്ഛനാണ്. നമ്മുടെ സാനറ്റ് എഡ്ലിൻ മാത്യു, അലക്സ് മാത്യുവിൻ്റെയും സാറ മാത്യുവിൻ്റെയും മൂത്ത പുത്രി. ഇരട്ടകളായ കറക്റ്റകളിൽ വരാം. ബോൾഡാണ്, സ്മാർട്ടാണ്. അനിയത്തി എന്ന് വെച്ചാൽ ജീവനാണ്, അവളുടെ മോളെ പോലെ തന്നെ. അവർ തമ്മിൽ 8 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ കെയറിങ്ങും അവർക്ക് തമ്മിലുണ്ട്. അടുത്തതാണ് ക്രിസ ആൻഡ് റോയ്. സെലസ് റോയിൻ്റെയും ക്ലോയ് റോയുടെയും മൂത്ത പുത്രി. എൽഡസ്റ്റ് ഇൻ ദ ഫാമിലി. അതിൻ്റെ എല്ലാ പക്വതയും അവർക്കുണ്ട്. അനിയെന്ന് വെച്ചാൽ ജീവനാണ്, അവൻ്റെ സെക്കൻഡ് മോം എന്ന് വേണമെങ്കിൽ പറയാം. അവർ തമ്മിൽ ഏകദേശം 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ ബേസിക്കലി അവൾ തന്നെയാണ് അവളെ നോക്കിയത്. പാവമാവെന്നൊക്കെ ചോദിച്ചാൽ പാവമാണ്, ബട്ട് ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടത്തില്ല. അടുത്തതാണ് സാക്കി ലിറിക്രോ. സ്ലാഷ് റോയിൻ്റെയും ക്ലോയുടെയും ഇളയ പുത്രൻ. പ്ലേ ബോയാണ്, ഫ്ലോട്ടിംഗ് കിങ് ആണ്. ചേച്ചി എന്ന് വെച്ചാൽ ഭയങ്കര കാര്യം. ചേച്ചി പറഞ്ഞാൽ അവൻ കേൾക്കും. അവനെ അനുസരിപ്പിക്കണമെങ്കിൽ ചേച്ചി തന്നെ വേണം. ചേച്ചി അല്ലാണ്ട് വേറെ ആരെങ്കിലും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോയെന്ന് ഡൗട്ടാണ്. അത് നമുക്ക് സ്റ്റോറിയിലൂടെ മനസ്സിലാക്കും. അടുത്തതാണ് യാഷിക് ദേവ്. ദേവ്മോഹൻ ആൻഡ് യാമിനി ദമ്പതികളുടെ ഇളയ മകൻ. സാക്കിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതിൻ്റെ എല്ലാ ഗുണവും അതിലുണ്ട്, കണ്ടാൽ തന്നെ പറയില്ലേ. അടുത്തതാണ് യുവിത് ദേവ്മോഹൻ. ദേവ്മോഹൻ ആൻഡ് യാമിനി ദമ്പതികളുടെ എൽഡർ സൺ. അതെ, നമ്മുടെ യാഷിക് ദേവിൻ്റെ ചേട്ടൻ. അടുത്തതാണ് സക്ക എഷർ മാത്യു. അലക്സ് മാത്യു ആൻഡ് സാറ മാത്യു ദമ്പതികളുടെ എൽഡസ്റ്റ് വൺ. അതെ, ഇരട്ടകളായ പരട്ടകൾ എന്ന് പറഞ്ഞില്ല നേരത്തെ, അതിലെ വ്യക്തി. അതിൻ്റെ എല്ലാ ഗുണവും അവൻക്കുണ്ട്. അനിയത്തിക്ക് എങ്ങനെയാണോ ചേട്ടൻ, അതേപോലെ തന്നെയാണ് ചേട്ടനും. അവളെ ഒറ്റയ്ക്ക് എവിടെയും വിടാനോ ഒന്നിനും താല്പര്യമില്ല. പിന്നെ കുറച്ച് അനിയത്തി സ്നേഹം കൂടുതലാണോ എന്നൊരു ഡൗട്ടുണ്ട്. അലക്സ് മാത്യു ആൻഡ് സാറ മാത്യു നല്ല മലയാളി ഫാമിലിയാണ്. ബട്ട് ആ സ്റ്റേറ്റിൽ സെറ്റിൽ ആയതുകൊണ്ട് തന്നെ പക്കാ മലയാളി ഫാമിലി എന്ന് പറയാനും പറ്റില്ല. പക്ഷേ ഫ്ലുവൻറ്റ് മലയാളമാണ്. പിന്നെ പിള്ളേരെയും ഫ്ലുവൻ്റ് ആക്കി. നാട്ടിൽ പോയിട്ടൊരു ഏകദേശം 20 വർഷത്തോളമായി. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചിന് കേരള വലിയ എവിടുത്തമില്ല. പിന്നെ അടുത്ത ഫാമിലിയാണ് സ്ലാസ് റോയിൻ്റെയും ക്ലോറോയുടെയും ഫാമിലി. റൊമാൻറ്റിക് കപ്പിൾ. കേരള ലൈഫ് സ്റ്റൈലൊക്കെ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയത് അതിന് മാത്രമാണ്. അവൾക്കൊരു 7 വയസ്സുള്ളപ്പോൾ പോകുന്നത്, പിന്നെ വീട്ടിലും. അതുകൊണ്ട് തന്നെ നമ്മുടെ സാക്ക് പാവം നല്ല മോഡേൺ ഫാമിലിയാണ്. ആൻഡ് വെരി സപ്പോർട്ടീവ് പാരൻസ് ആണ്. മോൻ്റെ സ്വഭാവം വലിയ പിടുത്തമില്ല, ബിക്കോസ് ദേ ആർ ഓൾവേസ് ബിസി. എന്നാലും ഫാമിലി ടൈം അവരെങ്ങനെയെങ്കിലും ഉണ്ടാക്കും. ദേവ്മോഹൻ ആൻഡ് യാമിനി ആണ് നമ്മുടെ അടുത്ത ഫാമിലി. 2 മക്കളും ജീവനാണ്. പ്രത്യേകിച്ച് ദേവ്മോഹന് ആ മക്കളെ ഭയങ്കര കാര്യമാണ്. അവർ 2 പേരും തന്നെ ഉള്ളെങ്കിലും. അടുത്ത ഫാമിലിയാണ് സോങ് ബോയിൻ്റെയും രാധിക വേണുഗോപാൽ. ഒരു ഇൻ്റർനാഷണൽ ലവ് സ്റ്റോറി. അതെ, ആദ്യമൊക്കെ ഫേമസ് ഫാമിലിയിൽ ഇഷ്യൂസൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ അത് സോൾവായി. ബട്ട് അധികകാലം അവരെ സന്തോഷം നീണ്ടു നിന്നില്ല. അതെന്താണെന്ന് നമുക്ക് സ്റ്റോറിയിൽ നോക്കാം. ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാക്കി വരാം. എഡിറ്റിംഗ് ഒന്നും വലിയ പിടുത്തമില്ല, അതുകൊണ്ട് അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ടാകും. ഓക്കെ ഗായ്സ്, സ്റ്റോറിക്ക് വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തോളൂ. വെയിറ്റ് ചെയ്തിരിക്കും, സ്റ്റോറി വരുന്നതായിരിക്കും.